പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ABC+ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA സെക്കൻഡ് സെമസ്റ്ററിന് പഠിക്കേണ്ട ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ മൊഡ്യൂൾ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന പാഠഭാഗത്ത് നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു പേനയും ബുക്കും എടുത്ത് അത് ഒരു നോട്ടാക്കി എഴുതിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇംഗ്ലീഷിൽ തന്നെ എഴുതിയെടുത്തു കഴിഞ്ഞാൽ എക്സാം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാവുന്നതാണ്. കഴിയാവുന്നതും ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. കാരണം ഇപ്പോൾ സോഷ്യോളജി നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പ്രയാസമായി തോന്നുമെങ്കിലും നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യോളജി ഡിഗ്രി സ്വന്തമാവുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൻ്റെ മാസ്റ്റർ ഡിഗ്രി തേടി യാത്രയാവും. MA സോഷ്യോളജിക്ക് കേരളത്തിന് പുറത്ത് നിരവധി സർവകലാശാലകൾ, UGC അംഗീകാരമുള്ള സർവകലാശാലകൾ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്കിത് ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ഡിഗ്രിക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസമായിരിക്കും ഇതിൻ്റെ PG സ്വന്തമാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് സിമ്പിളായിട്ട് തന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് എഴുതിയെടുക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അടിച്ചുകൊണ്ട് നിങ്ങൾക്കത് നോട്ട് പുസ്തകത്തിലേക്ക് പകർത്താവുന്നതാണ്. നന്നായി പഠിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിൽ വളരെ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമാണ് ഒരു ഗ്രാജുവേറ്റ് ആവാൻ ഡിഗ്രി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറന്നു തന്നിരിക്കുകയാണ് ദൈവം. തീർച്ചയായിട്ടും നിങ്ങളായിട്ട് അതിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കരുത്. നന്നായി പഠിക്കുക. ഒരു സർവകലാശാല ഡിഗ്രി ഹോൾഡർ ആവുക. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ജാതിയുടെ ഉത്ഭവവും വളർച്ചയും വിവിധ കാലഘട്ടത്തിൽ എന്നുള്ള ഭാഗം നമുക്കിന്ന് പരിശോധിക്കാം. ജാതിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് 3 കാലഘട്ടങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്ന് പൗരാണിക കാലം, രണ്ടാമത്തത് മധ്യകാലം, മൂന്നാമത്തത് ആധുനിക കാലം. ആദ്യത്തെ ഭാഗം ജാതി പൗരാണിക കാലം എന്നുള്ള ഭാഗത്ത് ഏകദേശം 1500 BC മുതൽ 1100 AD വരെയുള്ള കാലഘട്ടമാണ് പൗരാണിക കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗരാണിക കാലത്തെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം: വേദകാലമെന്നും ഉത്തരവേദകാലമെന്നും. വേദകാലത്താണ് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി ജാതി വ്യവസ്ഥ രൂപം കൊണ്ടത്. വർണ്ണവ്യവസ്ഥയുടെ രൂപത്തിലായിരുന്നു അത് നിലനിന്നിരുന്നത്. സമൂഹത്തിൽ 4 തരത്തിലുള്ള വർണ്ണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ ബ്രാഹ്മണന്മാർ വിരാജിച്ചു. അവർ ദൈവികമായിട്ടുള്ള മതപരമായിട്ടുള്ള ജോലികളും പ്രവൃത്തികളും ചെയ്ത് മുന്നോട്ടു പോയപ്പോൾ ക്ഷത്രിയരാവട്ടെ അവർ പടയാളികളും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. വൈശ്യർ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു. ശൂദ്രർ സെർവൻസ് ആയിരുന്നു. മറ്റ് 3 വിഭാഗങ്ങളെയും സേവിക്കുന്ന വിഭാഗങ്ങളായിട്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. 4 വർണ്ണങ്ങൾക്ക് പുറമെ ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട് 4 ആശ്രമങ്ങളും അക്കാലത്ത് നിലനിന്നിരുന്നു: ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. ഇവയായിരുന്നു 4 ആശ്രമങ്ങൾ. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലയളവിൽ ഈ 4 ആശ്രമങ്ങളിലൂടെ കടന്നു പോവേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. Caste in ancient age. Ancient age is constituted by Vedic and post-Vedic age. The caste system originated in ancient period or Vedic period. During this period, mainly Hindu society divided into 4 varna such as Brahmins, Kshatriya, Vaishya and Shudra.
Brahmins performed religious duties. Kshatriyas are warriors or ruling class. Vaishyas are the traders and Shudras are the servant. Besides Varna, four ashramas like Brahmacharya, Grahastha, Vanaprastha and Sannyasam are the peculiarity of Hindu social system. These ashramas are passing through the life of an individual from birth to death. The post-Vedic period caste system became rigid than Vedic period or Rigvedic period. വേദകാലത്ത് ആവിർഭവിച്ച ജാതിവ്യവസ്ഥ ഉത്തര വേദകാലമായപ്പോഴേക്കും കൂടുതൽ കർക്കശ സ്വഭാവമുള്ളതായിട്ട് മാറുകയായിരുന്നു. Caste in medieval age. Islamic religion came into contact with India in medieval period. The Indo-Islamic encounter was specifically motivated by an urge to eliminate caste from Indian society. In British period, they tried to understand Indians for their administrative purposes. The supportive administrators tried to abolish certain cruel customs like sati, child marriage, etc. The caste system was rigid among Hindus. Religious conversions from Hindu to Islam, Hindu to Christianity are occurred in this period. പ്രാചീന കാലഘട്ടത്തെ തുടർന്ന് രൂപപ്പെട്ട മധ്യകാലഘട്ടം AD 1100 മുതൽ 1757 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ഇസ്ലാമിന്റെ കടന്നുവരവ് ഒരു സുപ്രധാന സംഭവമായിരുന്നു. ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണകൂടങ്ങളെല്ലാം ജാതി വ്യവസ്ഥയിലുള്ള ഭാഗമായുള്ള ഉച്ചനീചത്വങ്ങളെ കുറച്ചു കൊണ്ടുവരാൻ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. തുടർന്നു വന്ന ബ്രിട്ടീഷുകാരാവട്ടെ രാജ്യത്തെ സുഗമമായി ഭരിക്കുന്നതിനു വേണ്ടി അവർ ഇന്ത്യക്കാരെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും അക്കാലത്ത് ജാതിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന സാമൂഹിക നീചാചാരങ്ങളെ പലതും നിയമം മൂലം നിരോധിക്കുകയും ചെയ്തു. ഉദാഹരണം സതി, ശൈശവ വിവാഹം പോലുള്ളവ. ജാതി സമ്പ്രദായം യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിനിടയിൽ കൂടുതൽ കർക്കശമായി നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഹിന്ദുമതം വിട്ട് ഇസ്ലാമിലേക്കും ക്രിസ്തുമതത്തിലേക്കും കൂടിയ തോതിലുള്ള മതപരിവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മൂന്നാമതായി ആധുനിക കാലഘട്ടത്തിലെ ജാതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആധുനിക കാലഘട്ടത്തിൽ ജാതിക്കകത്തുണ്ടായിട്ടുള്ള സുപ്രധാനമായ മാറ്റങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഈ ഒരു ഘട്ടത്തെ രണ്ട് ഭാഗമാക്കി തരംതിരിക്കാവുന്നതാണ്. ഒന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ച കാലഘട്ടവും രണ്ടാമത്തേത് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള കാലഘട്ടവും. ബ്രിട്ടീഷുകാർ നമ്മുടെ ഭരണകർത്താക്കളായി വന്നതോടുകൂടി പരമ്പരാഗതമായി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി നിന്നിരുന്ന ജാതി സമ്പ്രദായത്തിൽ പല സുപ്രധാനമായ മാറ്റങ്ങളും ഉണ്ടാവാൻ ഇടയായി. ബ്രിട്ടീഷുകാർ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തതോടുകൂടി വിവാഹം, വിവാഹമോചനം, കുറ്റകൃത്യങ്ങൾ, ശിക്ഷാരീതികൾ തുടങ്ങിയവയിലെല്ലാം പാശ്ചാത്യ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും രാജ്യത്ത് കോടതി സ്ഥാപിക്കുകയും ചെയ്തതോടുകൂടി ജാതിയെ സംബന്ധിച്ചിടത്തോളം ജാതി പൂർണ്ണമായും ഒരു മത സ്ഥാപനമായിട്ട് ചുരുങ്ങുന്ന കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. Caste in modern age. The modern period in which some major developments took place in caste system can be divided into two stages, namely caste during British rule and second stage is caste in independent India. With the British rule, British people become the political head of the society. The traditional form of caste system started taking a different shape. After their administration, the major decisions like marriage, divorce, crime, punishment, etc. controlled and done by civil courts when the role of caste shrink as a religious institution. ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ സുപ്രധാനമായ ചില നിയമങ്ങൾ അവർ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ജാതിയുമായി ബന്ധപ്പെട്ടത് നടപ്പിലാക്കി. 1850 കാസ്റ്റ് ഡിസബിലിറ്റീസ് റിമൂവൽ ആക്ടും 1872 സ്പെഷ്യൽ മാരേജ് ആക്ടും
1856 ഹിന്ദു വിഡോ റീമാരേജ് ആക്ടുമെല്ലാം ഇതിൽ എടുത്തു പറയേണ്ടവയാണ്. ഈ നിയമങ്ങളെല്ലാം ജാതിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നവയായിരുന്നു. അതേസമയം ബ്രഹ്മസമാജം, ആര്യസമാജം, പ്രാർത്ഥനാ സമാജം, രാമകൃഷ്ണ മിഷൻ തുടങ്ങിയ നിരവധി മത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഈ സമയങ്ങളിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നതോടും ജാതി വ്യവസ്ഥക്ക് കനത്ത വെല്ലുവിളിയായി മാറുകയായിരുന്നു. ഈ പ്രസ്ഥാനങ്ങളെല്ലാം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ജാതിയുടെ തിന്മകളെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതിലും വലിയ വിജയം കൈവരിക്കുക തന്നെ ചെയ്തു. Certain legislation introduced by British like the Caste Disabilities Removal Act of 1850, the Special Marriage Act of 1872, the Hindu Widow Remarriage Act of 1856, etc., which shock the integrity of caste system. Some social reform movements like Brahma Samaj, Arya Samaj, the Prarthana Samaj, Ramakrishna Mission and other reform movements launched by social reformers during British rule, which affects the caste system. These make slight awareness in people about their living conditions and rights in society. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതോടുകൂടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം ജാതിയെ കാര്യമായി ബാധിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനാധിപത്യം, വ്യക്തിവാദം, മതേതരത്വം, മാനവികത തുടങ്ങിയ പാശ്ചാത്യ ആശയങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്വായത്തമാക്കിയ ഇന്ത്യക്കാരെ വല്ലാതെ ആകർഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ജാതിക്ക് കനത്ത വെല്ലുവിളികൾ ഉയർത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ ഐഡിയാസ് ആർ ദി സോഴ്സസ് വിച്ച് ഇൻഫ്ലുവൻസ് കാസ്റ്റ് സിസ്റ്റം ഇൻ മോഡേൺ ഏജ്. ലിബർട്ടി, ഫ്രാറ്റേണിറ്റി, ഇക്വാലിറ്റി, ഡെമോക്രസി, rationalism, secularism and humanism are the Western ideas influence the Western educated Indians. Indians can understand these ideas through modern education. Urbanization and industrialization are the other factors influence the caste system or caste practices. കൊളോണിയൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി. രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും എല്ലാം ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി പൗരാണിക കാലം തൊട്ടേ നിലനിൽക്കുന്ന ജാതി സമ്പ്രദായത്തിൽ അനവധി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി. സ്വാതന്ത്ര്യത്തിന് ശേഷം ശക്തമായ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായി മാറി. പൗരന്മാരെ എല്ലാം ഒരുപോലെ കാണുന്ന ഭരണഘടനാധിഷ്ഠിതമായ ഒരു രാജ്യത്ത് തികച്ചും ശ്രേണിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജാതിക്ക് നിലനിൽപ്പ് അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിയമനിർമ്മാണങ്ങളെല്ലാം ജാതിയുടെ പരമ്പരാഗത സവിശേഷതകൾക്ക് മേൽ കനത്ത ആഘാതമുണ്ടാക്കി. മാത്രമല്ല, പരമ്പരാഗതമായുള്ള പല ജാതീയ ജീവിത രീതികളിൽ നിന്നും അവർക്ക് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തു. ഉദാഹരണത്തിന് ഭക്ഷണ കാര്യത്തിലുണ്ടായിരുന്ന പല നിബന്ധനകളും അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു. കാസ്റ്റ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ദി പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് ദി കൺട്രി ബിസൈഡ്സ് the process of industrialization and urbanization brought in a series of changes in the caste system. India became a democratic country after independence and a constitution made for the comfortable existence of people, which regulates the interaction of people in society. These changes are expressed in the traditional features of caste system and the
role of and the role for functioning of the caste. Some of the traditional features have been radically altered. Restriction on food habits have been relaxed. The practice of untouchability stops by law. Constitution assures an equal status to all people in mainstream society. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജീവിതം ഒരു സൈക്കിൾ സവാരിയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം എന്ന മഹത് വചനം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.